ഹരി ഓം. ഋഗ്വേദാന്തർഗതമായ പുരുഷ സൂക്തത്തിലെ മന്ത്രങ്ങൾ ഈ ദശകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആദ്യ മന്ത്രം ശ്രദ്ധിക്കാം. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. ആയിരം ശിരസുകളും കണ്ണുകളും കാലുകളുമുള്ള വിരാട് പുരുഷനെ നമസ്കരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 99 വേദസ്തുതി. വൃത്തം ശ്രദ്ധര. ശ്ലോകം 1. വിഷ്ണോർവീര്യാണി ഗോവാ കഥയതു ധരണേ കശ്ചരേണൂന്മിമീതേ യസ്യൈവാംഘ്രിത്രയേണ ത്രിജഗദഭിമിദം മോദദേ പൂർണ്ണസമ്പദ് യോസൗ വിശ്വാനി ദത്തേ പ്രിയമിക പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്തായത്ര മാദ്യന്ത്യമൃതരസമരന്തസ്യ യത്ര പ്രവാഹഃ. വിഷ്ണോർ വീര്യാണി, വിഷ്ണുവിന്റെ വീര്യങ്ങളെ, വിഷ്ണുവിന്റെ മാഹാത്മ്യങ്ങളെ. കോവ കഥയതു, ആർക്കു തന്നെ വർണ്ണിക്കാൻ കഴിയും. ധരണേ, ധരണിയുടെ, ഈ ഭൂമിയിലെ. തശ്ച രേണൂന്മിമീതേ, രേണുക്കളെ, പരമാണുക്കളെ, മണൽത്തരികളെ ആർക്കാണ് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുക. യസ്യ ഏവ അംഘ്രിത്രയേണ, ഏതൊരുവന്റെ 3 തൃപ്പാദങ്ങളാൽ. ത്രിജഗത് അഭിമിതം, ത്രിലോകങ്ങളും 3 ലോകങ്ങളും അളക്കപ്പെട്ടുവോ. മോദതേ പൂർണ്ണസമ്പത്ത്, എന്നിട്ട് ആ ത്രിലോകങ്ങൾ സമ്പത്ത് പൂർണ്ണമായി നിറഞ്ഞു സന്തോഷിക്കുന്നുവോ. യ അസൗ, ഏതൊരുവൻ വിശ്വാനി, പ്രപഞ്ചത്തെയാകെ ദത്തെ ധരിക്കുന്നുവോ. പ്രിയം ഇഹ പരമം, ഏറ്റവും പ്രിയവും ശ്രേഷ്ഠവുമായ. ധാമ തസ്യ, അങ്ങയുടെ ധാമത്തിലേക്ക്, താമസ സ്ഥലത്തേക്ക്. അഭിയായാം, എത്തിച്ചേരണമേ. ത്വദ്ഭക്ത, അങ്ങയുടെ ഭക്തന്മാർ. എത്ര മാദ്യന്തി, എവിടെ മതിക്കുന്നുവോ. പരമാനന്ദം അനുഭവിക്കുന്നുവോ. അമൃതരസ മരന്തസ്യ, അമൃതരസമാകുന്ന മധുവിന്റെ, തേനിന്റെ. എത്ര പ്രവാഹ, എവിടെ ആ പ്രവാഹമുണ്ടോ. ശ്ലോകാർത്ഥം. വിഷ്ണുവിന്റെ, ശ്രീഹരിയുടെ പ്രഭാവാതിശയങ്ങളെ ആർക്ക് വർണ്ണിക്കാനാകും. ഭൂമിയിലെ രേണുകണങ്ങളെ ആർക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയും. ഏതൊരുവന്റെ 3 കാലുകളാൽ അളക്കപ്പെട്ട് ത്രിലോകങ്ങളും ഐശ്വര്യപൂർണമായി മോദിക്കുന്നു. ഏതൊരുവനാണ് വിശ്വങ്ങളെയാകെ ധരിക്കുന്നത്. എവിടെയാണ് അങ്ങയുടെ ഭക്തന്മാർ മതിക്കുന്നത്. എവിടെയാണ് അമൃതരസമാകുന്ന മധു പ്രവഹിക്കുന്നത്. അപ്രകാരമുള്ള ഏറ്റവും പ്രിയങ്കരവും ഉത്കൃഷ്ടവുമായ വൈകുണ്ഠത്തിലേക്ക് ഞാൻ എത്തിച്ചേരണമേ. നാരായണീയമെന്ന ഈ അത്യത്ഭുതമായ സ്തുതി കീർത്തനങ്ങളുടെ അവസാന ഭാഗത്തേക്കാണ് ശ്രീ ഭട്ടതിരിപ്പാട് ഭക്തരെ ആനയിക്കുന്നത്. പരമഭക്തിയാൽ ഭഗവത് സമർപ്പിതനായി ശ്രീ ഭട്ടതിരിപ്പാട് തന്റെ രോഗദുരിതങ്ങളിൽ നിന്ന് ഏറെക്കുറെ വിമുക്തനായി കഴിഞ്ഞു. മുൻ ദശകത്തിൽ ഭഗവാന് അഭിവാദ്യങ്ങളും നമസ്കാരങ്ങളും സമർപ്പിച്ചു പാടി. വ്യഥയതു നതുമാം ത്വത്പദേകാവലംബം വിഷ്ണു കാരുണ്യസിന്ധോ പവനപുരപതേ പാഹി സർവാമയൗകാത് എന്ന് വിലപിച്ച് പ്രാർത്ഥിച്ചു. കാരുണ്യപൂർണനായ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ ആ ഭക്തദാസനെ അനുഗ്രഹിച്ചു. ഇനി ശ്രീ ഭട്ടതിരിപ്പാട് ഭഗവാനെ വേദോക്തികൾ കൊണ്ട് സ്തുതിച്ച് വണങ്ങുന്നു. വിവിധങ്ങളായ വേദസാരസ്വതങ്ങളാണ് ഈ പദ്യങ്ങളിലുള്ളത്. ഈ പ്രപഞ്ച സൃഷ്ടാവായ ശ്രീ മഹാവിഷ്ണുവിന്റെ മാഹാത്മ്യം ആർക്കും പൂർണ്ണമായി വർണ്ണിക്കാനാവില്ല. ഈ പ്രപഞ്ചത്തിലെ തന്നെ ചെറിയ ഒരു കണമായ ഭൂമിയിലെ മണൽത്തരികളെ ആർക്ക് തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താനാകും. വാമനാവതാര സമയത്ത്
ഈ ത്രൈലോക്യം ആകെ തന്നെ തന്റെ 3 പാദവിസ്താരത്തോളം പോലുമില്ലെന്ന് തെളിയിച്ചു. ഈ പ്രപഞ്ചത്തെ ആകെ ധരിക്കുന്ന ശ്രീഹരിയുടെ പരമോത്കൃഷ്ട സ്ഥാനമായ വൈകുണ്ഠത്തിലെത്താനും അവിടത്തെ ബ്രഹ്മാനന്ദ അമൃതരസത്തേൻ പ്രവാഹം നുകരുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ശ്രീ ഭട്ടതിരിപ്പാട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ. ഋഗ്വേദത്തിലെ പ്രസക്ത ഭാഗങ്ങളാണത്രേ ഇവിടെ സംക്ഷേപിച്ചത്. ഭാഗവതം 2ാം സ്കന്ധം അധ്യായം 7 40-ാമത്തെ ശ്ലോകത്തിൽ ഈ ആശയത്തെ ബ്രഹ്മാവ് ശ്രീ നാരദ മുനിക്ക് വിസ്തരിക്കുന്നു. ശ്ലോകം 2. ആദ്യായ ശേഷകർത്രേ പ്രതിനിമിഷനവീനായ ഭർത്രേ വിഭൂതേഹേ ഭക്താത്മാ വിഷ്ണവേയ പ്രതിശതി കവിരാദീനി യജ്ഞാർച്ചനാദൗ കൃഷ്ണാദ്യം ജന്മയോ വാ മഖദികമഖദോ വർണ്ണയേത്സോയമേവ പ്രീതപൂർണോ യശോഭിഃ ത്വരിതമഭിസരേത് പ്രാപ്യമന്ദേ പദം തേ. ആദ്യായ ആദിയിൽ തന്നെ ഉള്ളതും ലോകോൽപത്തിക്ക് മുമ്പ് തന്നെ ഉള്ളതും അശേഷകർത്തേ ലോകങ്ങളെ ആകെ സൃഷ്ടിക്കുന്ന പ്രതിനിമിഷ നവീനായ നിമിഷം തോറും പുതുമ ആർജിക്കുന്നവനുമായ ഭർത്തേ ഭരിക്കുന്നവൻ അധിപനായവൻ വിഭൂതേർ ഐശ്വര്യത്തിന്റെ ലക്ഷ്മി ഭഗവതിയുടെ ഭക്താത്മാവായി അതീവ ഭക്തിയോടെ വിഷ്ണവേയ വിഷ്ണുവിനായി ഏതൊരാൾ പ്രതിശതി സമർപ്പിക്കുന്നുവോ ഹവിർ ആദീനി ഹവിസ് ആദിയായവയെ യജ്ഞ അർച്ചന ആദൗ യജ്ഞം അർച്ചന എന്നിവയിൽ കൃഷ്ണാദ്യം ജന്മ കൃഷ്ണൻ ആദിയായ ജന്മകഥകളെ യോ വാ അല്ലെങ്കിൽ ഏതൊരുവൻ മഹത് ഇഹമഹതോ മഹത്തായതിലും മഹത്തായി വർണ്ണയേത് വർണ്ണിക്കുന്നുവോ സ അയം ഏവ അവൻ തന്നെ പ്രീതപൂർണോ പൂർണപ്രീതനായി യശോഭി കീർത്തികൾ കൊണ്ട് ത്വരിതം വേഗത്തിൽ അഭിസരേത് പ്രാപിക്കുന്നു പ്രാപ്യം അന്തേ പദം തേ അന്ത്യത്തിൽ പ്രാപിക്കപ്പെടേണ്ട അങ്ങയുടെ സ്ഥാനമായ വൈകുണ്ഠത്തെ. ശ്ലോകാർത്ഥം. ഭക്താത്മാവായ ഏതൊരുവൻ ആദ്യനും ലോകസൃഷ്ടാവും ക്ഷണം തോറും പുതുഭാവങ്ങൾ സ്വീകരിക്കുന്നവനും ഐശ്വര്യലക്ഷ്മിയുടെ ഭർത്താവും ആയ വിഷ്ണു ഭഗവാനായി യജ്ഞാർച്ചനാദികളിൽ ഹവിസ് തുടങ്ങിയവയെ സമർപ്പിക്കുന്നുവോ അല്ലെങ്കിൽ യാതൊരുവൻ മഹത്തായതിലും മഹത്തരമായ കൃഷ്ണാദി ലീലാവതാരങ്ങളെ വർണ്ണിക്കുന്നുവോ ആ ഭക്തൻ ഈ ലോകത്തിലെ സന്തുഷ്ടനും യശസ്സുകളാൽ പൂർണനും ആയി ലഭ്യമാകേണ്ട വൈകുണ്ഠപദത്തെ വേഗത്തിൽ തന്നെ പ്രാപിക്കുന്നു. ഇതും ഋഗ്വേദത്തിലെ പ്രസക്ത ഭാഗമാണത്രേ. ശ്ലോകം 3. ഹേ സ്തോദാരകവീന്ദ്ര തമിക ഖലു യഥാ ചേദയധ്വേ തഥൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവദ ജനനോ വാത്തലീലകഥാഭിः ജാനന്ദശ്ചാസ്യ നാമാന്യഖിലസുഖകരാണീതി സങ്കീർത്തയധ്വം ഹേ വിഷ്ണോ കീർത്തനാദ്യൈ തവ ഖലു മഖദ തത്വബോധം ഭജേയം. ഹേ സ്തോധാര, ഹേ സ്തുതി കർത്താക്കളായ കവീന്ദ്ര കവിശ്രേഷ്ഠന്മാരെ, തം ആ വിഷ്ണുവിന്റെ ഇഹ ഖലു യഥാ ഛേദയധ്വേ ഇവിടെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നുവോ തഥാ ഏവ അങ്ങനെ തന്നെ വ്യക്തം വ്യക്തനായും വേദസ്യ സാരം വേദത്തിന്റെ സാരമായും പ്രണുവത സ്തുതിക്കുവിൻ ജനന ഉപാത്തലീലാ കഥാഭി ജനനം കൊണ്ട് അവതാരം കൊണ്ട് സ്വീകരിക്കപ്പെട്ട ലീലകളുടെ കഥകളെ കൊണ്ട് ജാനന്ദശ്ച അറിയുന്നവനുമായി അസ്യ നാമാനി അങ്ങയുടെ നാമങ്ങളെ
അഖില സുഖകരാണി ഇതി സമസ്ത സുഖങ്ങളെയും ഉണ്ടാക്കുന്നവയാണ് എന്ന്. സങ്കീർത്തയധ്വം സങ്കീർത്തനം ചെയ്യുവിൻ. ഹേ വിഷ്ണു, ഹേ വിഷ്ണു ഭഗവാനെ. കീർത്തനം ആദ്യേർ അങ്ങയുടെ കീർത്തനം ആദ്യായവകളാൽ. തവ ഖലു മഹത തത്വബോധം ഭജേയം മഹാനായ അങ്ങയുടെ തത്വജ്ഞാനത്തെ പ്രാപിക്കുമാറാകട്ടെ. ശ്ലോകാർത്ഥം. സ്തോതാക്കളായ ഹേ കവിശ്രേഷ്ഠരെ, ഇവിടെ നിങ്ങൾ അറിയുന്ന പ്രകാരം വ്യക്തനായും വേദസാരമായും ആ വിഷ്ണു ഭഗവാനെ അവതാരങ്ങളിൽ സ്വീകരിക്കപ്പെട്ട ലീലകളാൽ സ്തുതിക്കുവിൻ. ഇവന്റെ നാമങ്ങളെ അവ സകല സുഖങ്ങളും തരുന്നതാണെന്ന് അറിഞ്ഞ് സങ്കീർത്തിക്കുവിൻ. അല്ലയോ വിഷ്ണു ഭഗവാനെ, മഹാനായ നിന്തിരുവടിയുടെ കീർത്തനാദികളാൽ തത്വജ്ഞാനത്തെ ഞാൻ പ്രാപിക്കുമാറാകട്ടെ. ഈ സ്തുതികളെല്ലാം തന്നെ വേദസാരമായ ഭഗവത് ഭാഷ്യങ്ങളാണ്. നിങ്ങൾ എന്നെ അറിയുന്ന പ്രകാരത്തിൽ വർണ്ണിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഭഗവാൻ വ്യക്തീഭവിക്കുന്നുവോ അങ്ങനെ തന്നെ ആന്തരാളത്തിൽ പ്രതിഷ്ഠിക്കുക. സർവവിജ്ഞാനത്തിനും സ്രോതസ്സായ വേദങ്ങളുടെ സാരം സാക്ഷാൽ ശ്രീ വിഷ്ണു ഭഗവാൻ തന്നെയാകുന്നു. വേദസാരമായി ഭഗവാനെ വർണ്ണിക്കുന്നത് എളുപ്പമല്ലെങ്കിൽ ഭഗവാന്റെ അവതാര ലീലകൾ ഉൾക്കൊള്ളുന്ന സ്തുതികൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കൂ. ഭഗവാന്റെ ബഹുസഹസ്രം നാമങ്ങളിൽ കുറെയെങ്കിലും അറിവില്ലാത്തവരായി ആരും തന്നെ ഇല്ലാതെയിരിക്കയില്ലല്ലോ. ഭഗവത്ഗീത അധ്യായം 4 11 ശ്ലോകം ശ്രദ്ധിക്കാം. യേ യഥാ മാം പ്രപതന്ധ്യേ താം തസ്ഥൈവ ഭജാമി അഹം മമ വത്മാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ഏവൻ എപ്രകാരം എന്നെ ഭജിക്കുന്നുവോ അവരെ അപ്രകാരം തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്രകാരത്തിൽ തന്നെ ഞാൻ അവന് മുമ്പിൽ പ്രത്യക്ഷീഭവിക്കുന്നു. അല്ലയോ അർജുന, മനുഷ്യർ എല്ലാവിധത്തിലും എന്റെ മാർഗത്തെ തന്നെ അനുസരിക്കുന്നു. ശ്ലോകം 4. വിഷ്ണോ കർമാണി സംപശ്യത മനസി സദാ യൈസ ധർമാനബധ്നാത് യാനീന്ദ്രസൈഷ ഭൃത്യ പ്രിയസഖൈവ ച വ്യാദനോത്ക്ഷേമകാരീ വീക്ഷന്തേ യോഗസിദ്ധാ പരവദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്രാജാഗരൂകാ കൃതബഹുനുതയോ യച്ഛ നിർഭാസയന്തേ. വിഷ്ണു കർമാണി വിഷ്ണുവിന്റെ കർമ്മങ്ങളെ സംപശ്യത നിങ്ങൾ ദർശിക്കുവിൻ. മനസ്സി മനസ്സിൽ സദാ എപ്പോഴും. യൈസ ആ വിഷ്ണു ഭഗവാൻ ഏതു പ്രവർത്തികളാൽ ധർമാൻ ധർമ്മങ്ങളെ വർണ്ണാശ്രമങ്ങളെ അബന്ധനാത് ബന്ധിച്ചുവോ യാനി ഇന്ദ്രസ്യ യേഷ ഏതൊരു വിഷ്ണു ഇന്ദ്രന്റെ ഭൃത്യ പ്രിയ സഖ ഇവച ഭൃത്യനെ പോലെയും പ്രിയ സഖാവെന്ന പോലെയും വ്യാധനോത് ക്ഷേമകാരി ഏത് കർമ്മങ്ങളെയാണോ ക്ഷേമത്തിനായി ചെയ്തത് വീക്ഷന്തേ യോഗസിദ്ധ യോഗം കൊണ്ട് സിദ്ധി നേടിയവർ വീക്ഷിക്കുന്നുവോ പരപദമനിശം പരമപദത്തെ എപ്പോഴും യസ്യ സമ്യക് പ്രകാശം ഏതൊരുവന്റെ ഉത്കൃഷ്ടമായ പ്രകാശത്തോടുകൂടി വിപ്രേന്ദ്ര ബ്രാഹ്മണശ്രേഷ്ഠന്മാർ ജാഗരൂക ശ്രദ്ധാലുക്കളായി കൃത ബഹുനുധയോ വളരെയേറെ സ്തുതികളെ കൊണ്ട് യച്ഛ ഏതൊരു സ്ഥാനത്തെ നിർഭാസയന്തേ പ്രകാശിപ്പിക്കുന്നുവോ. ശ്ലോകാർത്ഥം. ഈ വിഷ്ണു ഭഗവാൻ ഏതു കർമ്മങ്ങളെ കൊണ്ട് വർണ്ണാശ്രമധർമ്മങ്ങളെ ബന്ധിപ്പിച്ചുറപ്പിച്ചിരിക്കുന്നുവോ ഈ വിഷ്ണു ഇന്ദ്രന്റെ ഭൃത്യനെ പോലെയും പ്രിയപ്പെട്ട സുഹൃത്തിനെ പോലെയും ക്ഷേമകാരിയായി എന്തൊക്കെ ചെയ്തുവോ യോഗസിദ്ധന്മാർ ഏതൊരുവന്റെ ഉത്കൃഷ്ടമായ പരമപദത്തെ എപ്പോഴും വീക്ഷിക്കുന്നുവോ ഏതൊരു സ്ഥാനത്തെ തന്നെ വിപ്രേന്ദ്രന്മാർ ജാഗരൂകരായി വളരെ സ്തുതിച്ചുകൊണ്ട് പ്രകാശിപ്പിക്കുന്നുവോ അപ്രകാരമുള്ള വിഷ്ണുവിന്റെ കർമ്മങ്ങളെ
എപ്പോഴും മനസ്സിൽ ദർശിക്കുകയും ചെയ്യുന്നു. ഭട്ടതിരിപ്പാട് വേദസ്തുതികൾ തുടരുന്നു. ശ്ലോകം 5. നോ ജാതോ ജായമാനോऽപി ച സമധിഗത ത്വന്മഹിംനോऽവസാനം ദേവശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരപി തേ നാമ ശംസാമി വിഷ്ണോ തം ത്വാം സംസ്തൗമി നാനാവിധനുദിവജനൈ അസ്യ ലോകത്രയസ്യാപി ഊർധ്വം വിഭ്രാജമാനേ വിരചിതവസതിം തത്ര വൈകുണ്ഠലോകേ. നോ ജാതോ ജായമാൻ അഭി ച, ജനിച്ചവനും ഇനി ജനിക്കാനുള്ളവനും, നോ സമധിഗത, അറിഞ്ഞിട്ടില്ല, ത്വന്മഹിംന, അങ്ങയുടെ മഹിമയുടെ, ഭഗവാന്റെ മഹിമയുടെ അവസാനം, അന്ത്യം, ദേവ, ഹേ ദേവ, ശ്രേയാംസി, ശ്രേയസ്സുകൾക്ക് എന്ന്, വിദ്വാൻ, അറിഞ്ഞവരായി, പ്രതിമുഹുർ അഭി, പിന്നെ വീണ്ടും വീണ്ടും, തേ നാമ, അങ്ങയുടെ നാമത്തെ തന്നെ, ശംസാമി, ഞാൻ പ്രകീർത്തിക്കുന്നു, വിഷ്ണു, ഹേ വിഷ്ണു ഭഗവാനെ, തം ത്വാം, ആ ഭഗവാനെ തന്നെ, സംസ്തൗമി, ഞാൻ സ്തുതിക്കുന്നു, നാനാവിധ നുതിവചനേർ, നാനാവിധത്തിലുള്ള സ്തുതിവചനങ്ങളെ കൊണ്ട്, അസ്യ ലോകത്രയസ്യ, അങ്ങയുടെ ഈ 3 ലോകത്തിന്റെയും, അഭി ഊർധ്വം, അവയ്ക്കും മുകളിലായി, വിഭ്രാജമാനെ, പരിശോഭിക്കുന്ന, വിരചിത വസതിയും, സ്വയം വിരചിതമായ വസതിയിൽ, തത്ര വൈകുണ്ഠലോകേ, ആ വൈകുണ്ഠലോകത്തിൽ. ശ്ലോകാർത്ഥം. ഹേ ദേവ, വിഷ്ണു ഭഗവാനെ, ഇതിനു മുമ്പ് ജനിച്ചവരും ഇനി ജനിക്കാനിരിക്കുന്നവരുമായ ആരും തന്നെ അങ്ങയുടെ മാഹാത്മ്യത്തിന്റെ അന്ത്യത്തെ അറിഞ്ഞിട്ടില്ല, ഇനി അറിയുകയുമില്ല. ശ്രേയസ്കരങ്ങളെന്നറിഞ്ഞ് ഞാൻ വീണ്ടും വീണ്ടും അങ്ങയുടെ നാമത്തെ പരികീർത്തിക്കുന്നു. ഈ ത്രിലോകങ്ങൾക്കും മുകളിൽ പ്രശോഭിക്കുന്ന വൈകുണ്ഠലോകത്ത് വസിക്കുന്ന അങ്ങയെ പലതരം സ്തുതിവചനങ്ങൾ കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. ഭഗവാൻ പരിപൂർണനാണ്. ആ പരിപൂർണതയെ പൂർണമായി അറിയുക നമുക്കാർക്കും സാധ്യമല്ല. അങ്ങയുടെ തിരുനാമ കീർത്തനങ്ങൾ കൊണ്ട് നമുക്കെപ്പോഴും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം, പ്രസന്നനാക്കിക്കൊണ്ടിരിക്കാം, അനുഗ്രഹങ്ങൾ നമുക്ക് യാചിച്ചു കൊണ്ടിരിക്കാം. ശ്രീ ഭട്ടതിരിപ്പാട് വേദസ്തുതികൾ കൊണ്ട് ഭഗവാനെ പ്രസന്നനാക്കിക്കൊണ്ടിരിക്കുന്നു. ശ്ലോകം 6. ആപസൃഷ്ട്യാദിജന്യാ പ്രഥമമയി വിഭോ ഗർഭദേശേ ദദുസ്ത്വാം യത്ര ത്വയ്യേവ ജീവാ ജലശയനഹരേ സംഗതാ ഐക്യമാവൻ തസ്യാജസ്യ പ്രബോധേ വിനിഹിതമഭവത് പത്മമേകം കിനാഭൗ ദിക്പത്രം യത്കിലാഹു കനകധരണിഭൃത് കർണികം ലോകരൂപം. ആഭ, ജലം, സൃഷ്ട്യാദിജന്യ, സൃഷ്ടിയുടെ തുടക്കത്തിൽ ഉണ്ടായ, പ്രഥമം, പ്രഥമമായി, ആദ്യമായി, അയി വിഭോ, ഹേ വിഭോ ശ്രീ ഗുരുവായൂരപ്പ, ഗർഭദേശേ, ഗർഭസ്ഥലത്തിൽ, ഗർഭത്തിൽ, തതു ത്വാം, അങ്ങയെ ധരിച്ചു, എത്ര ത്വയി ഏവ, ഏതു ജലമധ്യത്തിൽ, അങ്ങയിൽ തന്നെ, ജീവ, ജീവാത്മാക്കൾ, ജലശയനഹരേ, ജലശായിയായ ഹരയെ, ശ്രീ മഹാവിഷ്ണുവേ, ശ്രീ ഗുരുവായൂരപ്പ, സംഗത, ഐക്യമാഭൻ, സംഗതമായി ഐക്യത്തെ പ്രാപിച്ചു, തസ്യ അജസ്യ, അങ്ങനെ അജനായ, ജന്മമില്ലാത്തവനായ, പ്രഭോ, ഹേ പ്രഭുവേ, വിനിഹിതം, അങ്ങയിൽ നിഹിതമായി, അഭവത്, ഭവിച്ചു, പത്മമേഘം ഹി നാഭോ, നാഭിയിൽ തന്നെ ഒരു പത്മം, ദിക്പത്രം, 8 ദിക്കുകളാകുന്ന പത്രത്തോടുകൂടി, യത് കിലാഹു, ഏതൊന്നിനെയാണോ പറയുന്നത്, കനകധരണിഭൃത് കർണികം, മഹാമേരുവാകുന്ന കർണികയോടുകൂടി, ലോകരൂപം, ലോകരൂപമായി. ശ്ലോകാർത്ഥം. ഹേ വിഭോ ശ്രീഹരേ,
സൃഷ്ടിയുടെ ആദിയിൽ ഉണ്ടായ ജലം ആദ്യമായി അങ്ങയെ തന്നെ ഗർഭത്തിൽ ധരിച്ചു. അവിടെ അങ്ങയിൽ തന്നെ ജലശായിയായ ഭഗവാനിൽ തന്നെ ജീവാത്മാക്കൾ സംഗതമായി ഒന്നായി തീർന്നു. സർവശക്തനായ മഹാപ്രഭു അപ്രകാരം അജനായ അങ്ങയുടെ നാഭിയിൽ ഒരു പത്മമുണ്ടായി വന്നു. 8 ദിക്കുകളാകുന്ന ഇതളുകളുള്ളതും മഹാമേരുവാകുന്ന കർണികയോടു കൂടിയതുമായ ആ താമരപ്പൂവിനെ ലോകം എന്ന് പറയുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ കാരണജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജലഗർഭത്തിൽ ജലശായിയായി പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ട സൂക്ഷ്മ രൂപാംശങ്ങളെല്ലാം സ്വയം വഹിച്ച് ഭഗവാൻ വിരാജിച്ചു. ആ നാരത്തിൽ അയനം ചെയ്തതിനാൽ ഭഗവാന് നാരായണൻ എന്ന പേരു ലഭിച്ചു. ഈ ഭഗവാന്റെ നാഭിയിൽ നിന്ന് 8 ഇതളുകളുള്ള ഒരു താമരപ്പൂ വളർന്ന് ജലോപരി സംസ്ഥിതമായി. ആ പത്മത്തിൽ നാരായണൻ തന്നെ സ്വയം ബ്രഹ്മരൂപനായി രൂപം പൂണ്ടു. ആ പത്മത്തെ ലോകം എന്ന് അറിയപ്പെട്ടു. അതിന്റെ കർണികയെ മഹാമേരു പർവ്വതം എന്നും പറയപ്പെടുന്നു. പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യമുണ്ടായത് ജലമാണ്. സൃഷ്ടിക്കു നിധാനമായ കാരണമായ ആ ജലം ഭഗവാനെ ഗർഭത്തിൽ ധരിച്ചു. ഭഗവാന്റെ ഇച്ഛയാൽ ജീവരാശികളെല്ലാം ആ ഗർഭത്തിൽ അംശീഭവിച്ചു. ആ കാരണജലത്തിൽ ശയിച്ചിരുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് 8 ഇതളുകളുള്ള അതിവിശിഷ്ടമായ ഒരു താമരപ്പൂവ് ഉയർന്നു വന്നു. അതാണത്രേ ലോകം. അതിന്റെ മധ്യത്തിലെ കർണിക മഹാമേരു പർവ്വതവുമാണത്രേ. നാരത്തിൽ അയനം ചെയ്യുന്നവനായതിനാൽ ആ ആദി ഭഗവാൻ നാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ആശയം ഋഗ്വേദത്തിൽ അടങ്ങിയിരിക്കുന്നു. നാരായണീയം ദശകം 5, 6, 7, 8 ഇവ വീണ്ടും പാരായണം ചെയ്ത് വിചിന്തനം ചെയ്യുക. ശ്ലോകം 7. ഹേ ലോകാ വിഷ്ണുരേതത് ഭുവനമജനയത്തന്ന ജാനീഥ യൂയം യുഷ്മാകം യന്തരസ്തം കിമപി തദപരം വിദ്യതേ വിഷ്ണുരൂപം നീകാരപ്രഖ്യമായ പരിവൃതമനസോ മോഹിതാനാമരൂപൈഃ പ്രാണപ്രീത്യേകതൃപ്ത ശരദമഖപരാ ഹന്തനേച്ഛാ മുകുന്ദേ. ഹേ ലോക, ഹേ ലോകരെ, ജനങ്ങളെ, വിഷ്ണുർ മഹാവിഷ്ണു ഏതദ് ഭുവനം, ഈ ഭുവനത്തെ അജനയത് ജനിപ്പിച്ചുവോ സൃഷ്ടിച്ചുവോ, തത് ന ജാനീത യൂയം, അക്കാര്യം നിങ്ങൾ അറിയുന്നില്ല, യുഷ്മാകം നിങ്ങളുടെ, ഹി അന്തരസ്ഥം അന്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന, കിം അഭി പിന്നെയും ഏതോ ഒരു, തത് അപരം വേറെ ഒരു അന്യമായ, വിദ്യതേ ശോഭിക്കുന്നു ഉണ്ടല്ലോ, വിഷ്ണുരൂപം വിഷ്ണുവിന്റെ രൂപം, നീഹാരപ്രഖ്യ മഞ്ഞുപോലെയുള്ള, മായാ പരിവൃത മനസ്സോ മായയാൽ പരിവൃതമായ മനസ്സുള്ള, മോഹിത മോഹിക്കപ്പെട്ടവരും, നാമരൂപൈ നാമരൂപങ്ങളാൽ, പ്രാണപ്രീതി പ്രാണന്റെ ഇന്ദ്രിയങ്ങളുടെ പ്രീതി കൊണ്ട്, ഏകതൃപ്ത മാത്രം തൃപ്തിപ്പെടുന്ന, ചരത ചരിക്കുന്ന, മകപര യാഗങ്ങളിൽ തൽപരനായി, ഹന്ത കഷ്ടം, ന ഇച്ഛാ മുകുന്ദേ മോക്ഷം നൽകുന്നവനായ മുകുന്ദനിൽ ഒരു ആഗ്രഹവുമില്ലാതെ. ശ്ലോകാർത്ഥം. അല്ലയോ ലോകരെ, വിഷ്ണു ഈ ലോകത്തെ ജനിപ്പിച്ചു, അക്കാര്യം നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ മറ്റേതോ ഒരു വിഷ്ണു രൂപം പ്രശോഭിക്കുന്നുണ്ടല്ലോ, അതും നിങ്ങൾ അറിയുന്നില്ല. മഞ്ഞുപോലെയുള്ള മായയാൽ ആവരണം ചെയ്യപ്പെട്ട മനസ്സുള്ളവരും, നാമരൂപങ്ങളാൽ മോഹിതരും, ഇന്ദ്രിയപ്രീതി ഒന്നുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവരും ആയി നിങ്ങൾ കഴിയുന്നു. കഷ്ടം, മോക്ഷപ്രദനായ മുകുന്ദനിൽ നിങ്ങൾക്കൊട്ടും താല്പര്യമില്ല. ഭൗതിക സുഖങ്ങൾ ക്ഷണികമാണെന്ന് അറിഞ്ഞ്
അസാധാരണമായ വിവേകബുദ്ധിയോടെ മർത്യജന്മമെടുത്ത നാം മോക്ഷപ്രദനായ മുകുന്ദനെ അറിയാനോ വരിക്കാനോ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാനിൽ തന്നെ ദത്തശ്രദ്ധരാകുക, മോക്ഷപ്രദനായ മുകുന്ദനിൽ സ്വയം അർപ്പിക്കുക. ശ്ലോകം 8. മൂർധ്നാമക്ഷ്ണാം പദാനാം വകസി ഖലു സഹസ്രാണി സംഭൂര്യ വിശ്വം തത്പ്രോത്ക്രമ്യാപി തിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേപി ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹേന്ദ്രിയാദിഷോ ആവിഷ്ടോപ്യുദ്ഗതത്വാദ് അമൃതസുഖരസം ചാനുഭുങ്ക്ഷേ ത്വമേവ. മൂർധനാം അഷ്ണാം പദാനാം, മൂർധാവിന്റെയും അക്ഷികളുടെയും പാദങ്ങളുടെയും ശിരസിന്റെയും നേത്രങ്ങളുടെയും കാലുകളുടെയും വഹസി ഗലു സഹസ്രാണി, സഹസ്രങ്ങളെ വഹിക്കുന്നുണ്ടല്ലോ. സമ്പൂര്യ വിശ്വം, വിശ്വത്തെ സമ്പൂരിതമാക്കിക്കൊണ്ട് വിശ്വത്തെ തന്നെ മുഴുവൻ നിറച്ച് തത് പ്രോത്കമ്യാഭിതിഷ്ഠൻ, അതിന്റെ പുറത്തേക്കും വ്യാപിച്ചു നിൽക്കുന്നവനാണെങ്കിലും പരിമിത വിവരേ, പരിമിതമായ വളരെ ചെറുതായ പഴുതുമാത്രമുള്ള ഭാസി ചിത്താന്തരേ അഭി, ചിത്തത്തിന്റെ ആന്തരത്തിലും പ്രശോഭിക്കുന്ന, ആന്തരാളങ്ങളിലും പ്രശോഭിക്കുന്ന ഭൂതം ഭവ്യം ച സർവം, കഴിഞ്ഞതും വരാനിരിക്കുന്നതും ആയി എല്ലാം തന്നെ പരപുരുഷ ഭവാൻ, സർവാതീതനായ ഭഗവാനെ അങ്ങു തന്നെ കിംഛ എന്നു തന്നെയല്ല ദേഹേന്ദ്രിയ ആദിഷു, ദേഹം ഇന്ദ്രിയം ആദിയായവയിൽ ആവിഷ്ട അഭി, ആവേശിച്ചവനാണെങ്കിലും ഉദ്ഗതത്വാത്, അവയ്ക്ക് ഉദ്ഗതമായി ഉപരിയായി അമൃത സുഖരസം ച, അമൃത സൗഖ്യമാകുന്ന പരമാനന്ദരസവും അനുഭുങ്ക്ഷേ ത്വം ഏവ, അങ്ങയെ കൊണ്ടുതന്നെ അനുഭവിക്കുന്നു. ശ്ലോകാർത്ഥം. ഹേ പരമപുരുഷ, അങ്ങ് ശിരസ്സുകളുടെയും നേത്രങ്ങളുടെയും പാദങ്ങളുടെയും സഹസ്രങ്ങളെ വഹിക്കുന്നുണ്ടല്ലോ. വിശ്വത്തെ ആകെ സമ്പൂരിതമാക്കി അതിന്റെ പുറത്തേക്കും വ്യാപിച്ചു നിൽക്കുന്നവനാണെങ്കിലും ചെറിയ പഴുതുമാത്രമുള്ള മനസ്സിനകത്ത് പോലും അങ്ങ് പ്രകാശിക്കുന്നു. ഹേ ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ, ഭൂതവും ഭാവിയുമായ സകലതും അവിടുന്നാണ്. മാത്രമല്ല അവിടുന്ന് തന്നെയാണ് ദേഹേന്ദ്രിയങ്ങളിൽ ആവേശിതനാണെങ്കിലും അവയ്ക്കുപരിയായി പരമാനന്ദാമൃത സുഖരസത്തെ അനുഭവിക്കുന്നത്. പുരുഷ സൂക്തത്തിലെ അതിവിശിഷ്ടമായ ആശയങ്ങളെയാണത്രേ ഈ പദ്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ശ്ലോകം 9. യത്തു ത്രൈലോക്യരൂപം ദദദഭിജതദോ നിർഗതോ അനന്തശുദ്ധജ്ഞാനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിമാ ശോഭിതാവാൻ കിമന്യത് സ്തോഗസ്തേ ഭാഗ ഏവാഖില ഭുവനദയാ ദൃശ്യതേ ത്ര്യംശകൽപ്പം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകമുപരി തതോ ഭാതി തസ്മൈ നമസ്തേ. യത്തു ത്രൈലോക്യരൂപം, ഏതൊന്നാണ് ത്രൈലോക്യമാകുന്ന പ്രപഞ്ചം. ദദത് അഭിച്ഛ, ധരിക്കുന്നു എങ്കിലും, തതോ അതിൽ നിന്ന്, നിർഗത പുറത്തു വന്നവനായി, അനന്തശുദ്ധജ്ഞാനാത്മാ അന്തമില്ലാത്തവനും ശുദ്ധാത്മാവുമായി, വർത്തസേ ത്വം അങ്ങ് വർത്തിക്കുന്നു. തവ ഖലു മഹിമ അങ്ങയുടെ ഈ മഹിമ തന്നെയാണ്. സ അഭി താവാൻ അതും മാത്രമുള്ള, കിം അന്യത് മറ്റെന്താണ്, സ്തോക അല്പമായ, ധേ അങ്ങയുടെ, ഭവാന്റെ ഭാഗ ഏവ ഭാഗം തന്നെ, അഖില ഭുവനധയാ എല്ലാ ലോകങ്ങളുടെയും ഭാവത്തിൽ, ദൃശ്യതേ കാണപ്പെടുന്നു, ത്രംശകൽപ്പം മുക്കാൽ ഭാഗം ഉള്ളതായി, ഭൂയിഷ്ടം അധികമായി, സാന്ദ്രമോദാത്മകം സാന്ദ്രാനന്ദരൂപമായി, ഉപരി തഥോ അഖില ലോകങ്ങൾക്കും ഉപരിയായി മീതയായി, ഭാതി പ്രശോഭിക്കുന്നു, തസ്മൈ അപ്രകാരമുള്ള നമ തേ അങ്ങയ്ക്ക്
നമസ്കാരം. ശ്ലോകാർത്ഥം. ഹേ ഭഗവൻ, അങ്ങ് ത്രൈലോക്യം എന്ന രൂപം ധരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നിർഗതനായി അനന്തശുദ്ധജ്ഞാനാത്മകനായി വർത്തിക്കുന്നു. അതും അങ്ങയുടെ മഹിമയല്ലാതെ മറ്റെന്താണ്? അങ്ങയുടെ ചെറിയ അംശങ്ങൾ എല്ലാ ലോകങ്ങളുടെയും രൂപത്തിൽ കാണപ്പെടുന്നു. എല്ലാ ലോകങ്ങൾക്കും മുകളിൽ 3/4 ഭാഗത്തോളമുള്ളതായി ആ സാന്ദ്രാനന്ദാത്മക രൂപം പ്രകാശിക്കുന്നു. അപ്രകാരമുള്ള അങ്ങേക്ക് നമസ്കാരം. പുരുഷ സൂക്തത്തിലെ സ്തുതിയെ കൂടുതൽ വർണ്ണിച്ചിരിക്കുന്നു. ശ്ലോകം 10. അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്വശുദ്ധൈകസത്തം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമമൃതരസാംബോധികല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം തദികഗുണരസേനൈവ ചിത്തം ഹരന്തേ മൂർത്തിം തേ സംശ്രയേകം പവനപുരപതേ പാഹി മാം കൃഷ്ണരോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അവ്യക്തം തേ സ്വരൂപം. ഭഗവാന്റെ തിരുസ്വരൂപം അവ്യക്തമാണ്. ദുരധിഗമതമം, അധിഗമിക്കാൻ കഴിയാത്തതാണ്. അറിയാനും പ്രാപിക്കാനും പ്രയാസമേറിയതാണ്. തത്തു, അതാകട്ടെ ശുദ്ധൈകസത്വം, ശുദ്ധ സത്വം ഏകമായതാണ്. വ്യക്തം ച, അത് വ്യക്തവുമാണ്. അഭി, ഏതദേവ എന്ന് മാത്രമല്ല, സ്ഫുടം, സ്ഫുടമായി തെളിഞ്ഞതായി. അമൃതരസ അംഭോതി, അമൃതരസം നിറഞ്ഞ സമുദ്രത്തിലെ കല്ലോല തുല്യം, തിരമാലകൾക്ക് തുല്യമായി. ബ്രഹ്മാനന്ദരസത്തിന്റെ ഓളത്തിന് സമാനമായി. സർവോത്കൃഷ്ടാം, എല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠമായി. അഭീഷ്ടാം, ആഗ്രഹിക്കത്തക്കതും. തദ് ഇഹ, അതുകൊണ്ട് ഇവിടെ. ഗുണരസേന ഏവ, ഗുണരസം കൊണ്ട് തന്നെ. സത്വാദി ഭക്തവാത്സല്യാദി ഗുണങ്ങളാൽ. ചിത്തം ഹരന്തിം, ചിത്തത്തെ തന്നെ, മനസ്സിനെ തന്നെ ഹരിക്കുന്നതും. മൂർത്തിം തേ, ഭഗവാന്റെ മൂർത്തിരൂപത്തെ. സംശയേ അഹം, ഞാൻ ആശ്രയിക്കുന്നു. പവനപുരപതേ പാഹി മാം, ഹേ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ ഭഗവാനെ, എന്നെ രക്ഷിക്കണമേ. കൃഷ്ണ, രോഗാത്, രോഗത്തിൽ നിന്ന്. ശ്ലോകാർത്ഥം. ഭഗവാന്റെ അവ്യക്തമായ സ്വരൂപം അറിയാനും പ്രാപിക്കാനും അത്യന്തം വിഷമമുള്ളതാണ്. ശുദ്ധൈക സത്വസ്വരൂപമാകട്ടെ അത് സുവ്യക്തവും പ്രാപ്യവുമാണ്. തന്നെയുമല്ല, അത് അമൃതരസം നിറഞ്ഞ സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമായി ബ്രഹ്മാനന്ദരസത്തിന്റെ ഓളങ്ങളായി തെളിയുന്നു. അതുകൊണ്ടുതന്നെ ഗുണരസത്താൽ മനസ്സിനെ കവർന്നെടുക്കുകയും ചെയ്യുന്നു. സർവോത്കൃഷ്ടമായും അഭിഷ്ടമായും വർത്തിക്കുന്ന ഭഗവാന്റെ ഈ സുവ്യക്ത മൂർത്തി സ്വരൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു. ഹേ ശ്രീ ഗുരുവായൂരപ്പ കൃഷ്ണ, എന്നെ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ഈ ദശകത്തിലെ പദ്യങ്ങളെല്ലാം മൂലവേദമന്ത്രങ്ങളുടെ ആശയങ്ങളെ വർണ്ണനം ചെയ്യുന്നതാണ്. ആചാര്യൻ ഭട്ടതിരിപ്പാട് ഈ പദ്യങ്ങൾ ചമച്ചത് വേദമന്ത്രങ്ങൾ മനനം ചെയ്ത് ഭഗവത് അർച്ചനം ചെയ്തുകൊണ്ടാണെന്ന് അനുമാനിക്കാം. 8-ാമത്തെ ശ്ലോകവും 9-ാമത്തെ ശ്ലോകവും പുരുഷ സൂക്തത്തിലെ അർച്ചനകൾ തന്നെയാണ്. 10-ാം ശ്ലോകത്തിൽ ആദ്യ 2 ദശകങ്ങളിലെ ഭഗവത് മൂർത്തിവർണ്ണനം ഒന്നുകൂടി സംഗ്രഹിക്കുന്നു. ഇതോടെ ഭഗവാന്റെ മനസ്സ് തുടിച്ചു. കാരുണ്യാർദ്രനായി ഭഗവാൻ സന്തുഷ്ടനായി തന്റെ ഭക്തന് തന്റെ ദിവ്യകോമള സ്വരൂപം പ്രത്യക്ഷമാക്കി കൊടുത്തു. അടുത്ത ദശകത്തിൽ ആ പുണ്യാത്മാവ് ദർശിച്ച ഭഗവത് തിരുസ്വരൂപം വർണ്ണിക്കുന്നു. ആ പരമാനന്ദ ലഹരി നമുക്കും ആവോളം പാനം ചെയ്യാം.
കൊല്ലവർഷം 761 ചിങ്ങമാസം 21 തീയതിയായിരുന്നു ശ്രീ ഭട്ടതിരിപ്പാട് നാരായണീയം ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ വെച്ച് രചിക്കാൻ തുടങ്ങിയത്. ദിവസം ഒരു ദശകം എന്ന രീതിയിൽ 100 ദിവസങ്ങളെ കൊണ്ടാണ് ഈ ഭക്തികാവ്യം എഴുതി ഭഗവാന് സമർപ്പിച്ചത്. 100ാമത്തെ ദിനം ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ മേൽപ്പത്തൂരിന് വേണുഗോപാലമൂർത്തിയുടെ രൂപത്തിൽ കാരുണ്യമൂർത്തിയായ ഭഗവാൻ ദർശനം നൽകി. ആ സാക്ഷാത്കാരമാണ് അഗ്രേ പശ്യാമി എന്ന് തുടങ്ങുന്ന 100ാമത്തെ അടുത്ത ദശകം. ആ തേജസ്സിന്റെ ദർശനം കിട്ടിയതോടുകൂടി മേൽപ്പത്തൂരിന്റെ സകല വേദനകളും മാറി അമൃതാനന്ദത്തിൽ ആറാടിയ സുഖമുണ്ടാവുകയും ചെയ്തു. ആ ആനന്ദാനുഭൂതിയാണത്രേ പിന്നീട് പീയൂഷ പ്ലാവിദോഹം എന്ന രീതിയിൽ നിർഗളിച്ചത്. കൊല്ലവർഷം 762 വൃശ്ചികമാസം 28 തീയതി ഞായറാഴ്ച 1586 ഡിസംബർ മാസം 13 തീയതി ചോതിയും കൃഷ്ണദ്വാദശിയും ചേർന്ന ദിനത്തിൽ നാരായണീയം സമർപ്പിക്കപ്പെടുകയും ചെയ്തു. മേൽപ്പത്തൂർ ആരോഗ്യ സൗഖ്യം നേടി എല്ലാവർക്കും ആ സൗഖ്യം ആശംസിക്കുകയും ചെയ്തു. ഇനി 100ാം ദിനത്തിലെ അനുഭൂതിയിലേക്ക്.